നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാധനയ്ക്ക് എന്തു വേണ്ടാന്നാ, ബുദ്ധി വേണ്ടാന്നാ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയാവണം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോജിക്കൽ എന്നാണ്, യുക്തിസഹമായിരിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? നമ്മുടെ ആരാധനകൾ എപ്പോഴും അല്ലെങ്കിലും പലപ്പോഴും ഇമ്പൾസീവാണ്. നമ്മുടെ തോന്നലുകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും അടിമപ്പെട്ടാണ് പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് എന്താണെന്നോ കേൾക്കുന്നത് എന്താണെന്നോ തിരിച്ചറിയാൻ നമ്മൾ മെനക്കെടാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേട്ടാൽ രണ്ടാമതൊന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആലോചിക്കും. എന്താ കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയിൽ ദൈവം തന്നിരിക്കുന്ന മുഴുവൻ ശരീരവും പങ്കെടുക്കണം. നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മുഴുവൻ കഴിവുകളും ആരാധനയിൽ സന്നിഹിതമായിരിക്കണം. Your worship must be logical.